പാലാ വെള്ളാപ്പാട് ശ്രീ വനദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ തിരുവുത്സവം മാർച്ച് 27 മുതൽ 31 വരെ തീയതികളിൽ നടക്കും. തന്ത്രിമുഖ്യൻ തൃപ്പൂണിത്തുറ പെരുമ്പള്ളി ആഴുത്തമ്മന ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലും ക്ഷേത്രം മേൽശാന്തി തോട്ടത്തിലില്ലത്ത് ബ്രഹ്മശ്രീ ഉല്ലാസ് നമ്പൂതിരിയുടെ സഹ ആർമ്മികത്വത്തിലുമാണ് ചടങ്ങുകൾ നടക്കുന്നത്. 27 രാവിലെ 9:30 ഉമാമഹേശ്വരന്മാർക്ക് കലശാഭിഷേകം, ഉമാമഹേശ്വര പൂജ, പ്രസാദമൂട്ട് എന്നിവ നടക്കും. തിരുവരങ്ങിൽ എല്ലാ ദിവസവും വിവിധ കലാപരിപാടികൾ അരങ്ങേറും. മാർച്ച് 28 വൈകിട്ട് 7 മാളവികയുടെ വയലിൻ നാദതരംഗം തിരുവരങ്ങിൽ നടക്കും. മാർച്ച് 30 രാവിലെ 9 ഇരട്ട പൊങ്കാല നടക്കും. ദുർഗാ ഭഗവതിക്കും ഭദ്രകാളി ഭഗവതിക്കും 2 കലങ്ങളിലായി പായസ നിവേദ്യം തയ്യാറാക്കി സമർപ്പിക്കും. മാർച്ച് 31 വൈകിട്ട് 4 ജീവിത എഴുന്നള്ളത്ത് ആരംഭിക്കും. വൈകിട്ട് 7 എഴുന്നള്ളത്തിന് പാലാ ടൗൺ ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ എതിരേൽപ്പ് നൽകും. താലപ്പൊലി, ചെണ്ടമേളം, കെട്ടുകാഴ്ച, കരകാട്ടം, പമ്പമേളം, അർജുന നൃത്തം തുടങ്ങിയവ എഴുന്നള്ളിപ്പിന് അകമ്പടിയാകും. ജീവിത എഴുന്നള്ളത്ത് ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം വിളക്കൻപൊലിയും നടക്കും. മധ്യ തിരുവിതാംകൂറിലെ അതിപ്രാചീനമായ ഒരു ക്ഷേത്ര സങ്കേതമാണ് പാലാ വെള്ളാപ്പാട് ശ്രീ വനദുർഗ ഭഗവതി ക്ഷേത്രം. ഏകദേശം 2500 വർഷം പഴക്കം കണക്കാക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവം 2026 മാർച്ച് 27 മുതൽ 31 വരെ ക്ഷേത്ര താന്ത്രിക വിധിപ്രകാരമുള്ള ചടങ്ങുകൾക്കൊപ്പം കലാപരിപാടികളും ഉൾപ്പെടുത്തി ആഘോഷിക്കുകയാണ്. ക്ഷേത്രം തന്ത്രി തൃപ്പൂണിത്തുറ പെരുമ്പള്ളിയാഴുത്തമന സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. മാർച്ച് 27 മുതൽ ആരംഭിക്കുന്ന താന്ത്രിക വിധിപ്രകാരമുള്ള ചടങ്ങുകൾക്ക് പുറമെ എല്ലാ ദിവസങ്ങളിലും കലാപരിപാടികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കലാപരിപാടികൾ ഏറ്റവും പ്രധാനമായി മാർച്ച് 28 വൈകുന്നേരം 7 മണിക്ക് മാളവിക MRK ആൻഡ് ബാൻഡ് അവതരിപ്പിക്കുന്ന വയലിൻ ഫ്യൂഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതോടൊപ്പം രാഗമാലിക പാല, ശ്രീവിനായക സ്കൂൾ ഓഫ് ആർട്സിൻ്റെ നൃത്തം, മറ്റ് ചെറിയ ഒരുപാട് ഈ പാല കേന്ദ്രീകരിച്ചുള്ള ഒട്ടനവധി കലാകാരന്മാരുടെ കലാപരിപാടികൾ എല്ലാം ഉൾപ്പെടുത്തിയാണ് ഈ വർഷത്തെ കലാപരിപാടികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ ദിവസങ്ങളിലും ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ പ്രസാദകൂട്ട് വളരെ വിപുലമായി നടക്കുന്നുണ്ട്. ഈ പ്രസാദകൂട്ടിൽ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ജാതിമത ഭേദമന്യേ ആളുകൾ പങ്കെടുക്കാറുണ്ട്. വളരെ വിപുലമായ രീതിയിലുള്ള സംവിധാനങ്ങൾ അതിനു വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ക്ഷേത്ര ഭാരവാഹികളായ വിനോദ പുന്നമറ്റത്തിൽ, അഡ്വക്കേറ്റ് രാജേഷ് കുന്നമ്പുറത്ത്, സുധീർ കവല നിവാസ്, സതീഷ് കുമാർ തെക്കേ നെല്ലിയാനി, അനീഷ് മടത്തിനാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കും.